ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും ഹനാജ് ക്ലിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ചെടികളിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ചെടികളുണ്ട്. അതിൽ പെട്ട ഒന്നാണ് നമ്മുടെ അരേലിയ. അതിൻ്റെ കുറച്ച് കളക്ഷനും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കം ഓൺ, ലെറ്റ്സ് വാച്ച്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ചെടികളിൽ വെച്ച് എനിക്ക് കുറച്ച് ചെടികൾ വളരെ അധികം എനിക്കിഷ്ടമാണ്. അതിൽ ഒന്നാണ് ഈ അരേലിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള അരേലിയും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നോക്കാം. ഓക്കെ, ഇത് നമ്പർ 1 അരേലിയ മിനിയേച്ചർ. എൻ്റെ അരേലിയ വെറൈറ്റീസിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഉള്ളൊരു ചെടിയാണിത്. കണ്ടാൽ മല്ലിയിലൻ്റെ പോലെ തോന്നുമെങ്കിലും അതിനേക്കാൾ ചെറിയ സൈസ് ആണ് ഇതിൻ്റെ ലീവ്സ്. സെൻറ്ററിലൂടെ ആയിട്ട് ഗ്രീൻ കളറിലും വൈറ്റ് ബോർഡറിലായിട്ട് വൈറ്റ് കളറും സ്പ്രെഡ് ചെയ്ത് എടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ലീവ്സ് കാണാൻ നല്ല ഭംഗിയാണ്. അധികം വെയിൽ ഇഷ്ടപ്പെടാത്ത ഒരു തരം ചെടിയാണിത്. ഷെയ്ഡിൽ വെച്ച് സിമ്പിളായിട്ട് നമുക്ക് വളർത്തിയെടുക്കാം. ഇനി നമ്പർ 2 ബോൾ അരേലിയ ഗോൾഡ്. ബോൾ അരേലിയയിൽ 2 വെറൈറ്റി ഉണ്ട്, ഗോൾഡും ഗ്രീനും. ഈ ലൈം കളറിലാണ് ഇതിൻ്റെ ലീവ്സ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ബോൾ അരേലിയ ഗോൾഡ് എന്ന് പറഞ്ഞത്. ഇത് ചെറിയ തൈയാണ് ഇതിൻ്റെ. ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. ഇതുപോലെ വളർന്നു വരുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ലീവ്സ് നീളത്തിലാണ് ഉണ്ടാവുക. ഞാനിതിപ്പോൾ കട്ട് ചെയ്ത് ഷേപ്പിലെടുത്തതാണ്. ഇതിപ്പോൾ ചെറുതായിട്ടൊരു ബോൾ ഷേപ്പ് തോന്നുന്നുള്ളൂ. വലുതായി കഴിഞ്ഞാൽ നല്ലോണം വലുപ്പത്തിൽ ബോൾ രീതിയിൽ വളർന്നു വരും. ഇതിനൊക്കെ വളർച്ച അത്ര പെട്ടെന്നൊന്നും ഇതിന് വരില്ല. കുറച്ച് ടൈം എടുത്ത് കുറച്ച് മാസങ്ങൾ പിടിക്കും ഇതൊന്ന് വലുതായി വരണം എന്നുണ്ടെങ്കിൽ. ഇതിന് നെക്സ്റ്റ് നേരത്തെ പറഞ്ഞ ബോൾ അരേലിയ ഗ്രീനാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു ബോൾ ഷേപ്പിലായിട്ടുണ്ട്. ഇത് സാധാരണ നമ്മുടെ ഗ്രീൻ ലീവ്സിലാണ് കാണുന്നത്. ഇതതിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇത് ഇനി ഇതുപോലെ വളർന്ന് വന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് കട്ട് ചെയ്ത് കൊടുക്കാത്തത് കൊണ്ടാണ് ഇതിൻ്റെ ലീവ്സ് നല്ല ലെങ്തി ആയിട്ടിരിക്കുന്നത്. കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പ് ചെയ്തെടുത്താലേ ഇത് കാണാൻ കൂടുതൽ ഭംഗി ഉണ്ടാവുള്ളൂ. നമ്മുടെ ബോൾ അരേലിയ ഗോൾഡും ഗ്രീനും എല്ലാം ഈ ഒരു ലെങ്ത്തിൽ അതിൻ്റെ ലീവ്സ് വരും. പക്ഷെ നമ്മൾ ചെറുതിൽ മുതലേ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് ഇതിന് വേറൊരു തരം ഭംഗി. ഇത് വേറൊരു രീതിയിൽ ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത് കട്ട് ചെയ്താതെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇനി ഈ അരേലിയയിൽ തന്നെ വലിയ മരച്ചെടിയായി വളരുന്ന ഒരു തരം അരേലിയാണ് ട്രോത്തിക് അരേലിയ. നമ്മുടെ അരേലിയ ഗ്രീനിൻ്റെയും ഗോൾഡിൻ്റെയും തന്നെ സെയിം വെറൈറ്റിയാണ്. ഇതിൻ്റെ ലീവ്സ് നല്ല ലെങ്തിയാണ്. ഇതിൽ ഇതേപോലത്തെ വിത്തുകൾ ഉണ്ടാവും. നമ്മൾ കടുകുമണിയുടെ വലുപ്പത്തിലുള്ള ചെറിയ ബ്ലാക്ക് വിത്തുകൾ ഉണ്ടാവും. ഇത് നിലത്ത് വീണ്ടും തൈ മുളച്ചിട്ടാണ് ഇത് ഉണ്ടാവുക. പിന്നെ കൊമ്പ് കുത്തിയാലും ഇത് ഉണ്ടാകുന്നുണ്ട്. ഇനി നമ്മുടെ മിനിയേച്ചർ അരേലിയയെ പോലെ ലീവ്സ് ഉള്ള ഫ്ലോറ അരേലിയാണ്. ഇതിൻ്റെ ലീവ്സ് മറ്റേതിനെക്കാട്ടും കുറച്ച് വലുപ്പമുണ്ട്. അതുപോലെ തന്നെ ഇത് ഫുൾ ലൈറ്റ് ഗ്രീൻ കളറിലാണ് ഇതിൻ്റെ ലീവ്സ് കാണപ്പെടുന്നത്. അതുപോലെ സെൻറ്ററിലൂടെ ആയിട്ടൊരു റെഡ് കളർ വൈൻസ് ഇതിന് വരുന്നുണ്ട്. നല്ല ബുഷിയായിട്ട് ഇതുപോലെ കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ നമുക്ക് ചട്ടിയിലും അടിപൊളിയിൽ വെക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് പോളിഷിയ സ്മിം റാമിഫൈ. ഇത് ഒന്നും കൂടി ഡാർക്ക് കളറായിട്ട് അതുപോലെ തിക്കിൽ ലീവ്സ് വരുന്ന ഒരു തരം അരേലിയ വെറൈറ്റിയാണിത്. ഇതും നമുക്ക് ചട്ടിയിൽ ബുഷി പോലെ വളർത്തിയെടുത്താൽ, ബോൾ പോലെ വളർത്തിയെടുത്താൽ കാണാൻ നല്ല അടിപൊളിയായിരിക്കും. ഇനി അടുത്തത് ഫാൾസ് അരേലിയ. ഇത് അരേലിയേൻ്റെ വേറെ വെറൈറ്റിയാണ്. ഇതിൻ്റെ ചെറിയ ഇലകൾ ഇതുപോലെ നാരായിട്ടാണ് കാണപ്പെടുന്നത്. വലുതായി വരുന്തോറും ഈ ഷേപ്പിലാണ് അതിൻ്റെ ഇലകൾ വരിക. ഇത് ഞാൻ വെച്ചിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. എനിക്കൊരു 3-4 ലീവ്സ് ഉള്ള ഇതാണ് കിട്ടിയത്. പക്ഷെ അതൊക്കെ വാടിപ്പോയിട്ട് ഇപ്പോൾ ഇതേ ബാക്കിയുള്ളൂ. ഇനി നെക്സ്റ്റ് വെറൈറ്റി അരേലിയ മിങ് അരേലിയ. ഇതിൻ്റെ തന്നെ മൊത്തത്തിൽ ഇതുപോലെ നാരായിട്ടാണ് കാണപ്പെടുന്നത്. ഇത് എനിക്ക് കിട്ടിയപ്പോൾ വലിയ ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം കിട്ടിയ കവറിൽ വേഗം ഞാൻ വെച്ച് പിടിപ്പിച്ചതാണ്. ഇനി ഇത് പിടിച്ച് കിട്ടുമെന്നും അറിയില്ല. ഇനി നെക്സ്റ്റ് പോളിഷിയ സ്പാനിക്കുലേറ്റ എലഗൻസ് ക്ലൗഡ്സ്. ഇതിൻ്റെ ലീവ്സ് ക്ലൗഡ്സ് രൂപത്തിൽ കാണപ്പെടുന്നത് കൊണ്ടാണ് ഇതിനിങ്ങനെ ഒരു പേരിട്ടിരിക്കുന്നത്. ഇത് ചുരുണ്ട്
രൂപത്തിലാണ് ഇതിൻ്റെ അറ്റം. അതുപോലെ തന്നെ ഇതിന് ബോർഡറിലായിട്ട് വൈറ്റ് ലൈൻസ് ഇതിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നുണ്ട്. ഇത് നമുക്കിതുപോലെ ചട്ടിയിൽ വളർത്തിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് വെച്ച് പിടിപ്പിച്ചിട്ടേ ഉള്ളൂ. ഇത് നല്ലോണം ബുഷിയായി വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പം 9 വെറൈറ്റീസ് ഓഫ് അരേലിയ ആണ് നമ്മളിന്ന് പരിചയപ്പെടുത്തത്. ഇനിയും ഒരുപാട് വെറൈറ്റീസ് അരേലിയ ഉണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇനി ഒരു പുതിയ വീഡിയോ ആയി കാണുന്നത് വരെ സീ യു, ടേക്ക് കെയർ, ബൈ ബൈ.